Hello everyone, a very warm welcome to all of you to Xylem SSC and RRB. ഇന്ന് നമ്മൾ 11ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 11ന്റെ ടേബിളുമായി ബന്ധപ്പെട്ട ഒരു കോൺസെപ്റ്റ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 11നെ കൊണ്ട് നമുക്ക് ഏതൊരു സംഖ്യയെയും വളരെ എളുപ്പത്തിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതെങ്ങനെ എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് പേർക്ക് അറിയുന്നതായിരിക്കാം, ഒരു തെറ്റുമില്ല. നമ്മൾ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം. നിങ്ങളത് നേരത്തെ പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ല കാര്യം. ഇനി ഞാൻ ഈ പറയാൻ പോകുന്ന ഒരു മെത്തേഡ് അല്ല നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുള്ള രീതിയെങ്കിൽ ഈ മെത്തേഡ് തന്നെ നിങ്ങൾ പഠിക്കുക. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് ഉപകാരപ്പെടാൻ പോകുന്ന ഒരു കോൺസെപ്റ്റ് ആണിത്. ഇപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ബൈ 11. ഇപ്പൊ 11 എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉള്ള നമ്പറുകളെ പോലെയല്ല. 11 ഒരു പ്രത്യേകതയുണ്ട്. 10ന് ശേഷം 10+1 10ന് ശേഷം വരുന്നൊരു നമ്പറാണ്. അപ്പൊ ആക്ച്വലി 10+1 എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. 11 10+1 10 കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് വരുന്ന ഒരു നമ്പറാണ് 11 എന്ന് പറഞ്ഞാൽ. അപ്പൊ ആ ഒരു 11ന്റെ അഡ്വാൻറ്റേജ് 10നോട് ചേർന്ന് കിടക്കുന്ന, കാരണം നമുക്കറിയാം ഏതൊരു സംഖ്യയെയും 10നോട് ഗുണിച്ചു കഴിഞ്ഞാൽ എന്താ വരാൻ പോകുന്നത്, ആ സംഖ്യ എന്താണോ അതിന്റെ കൂടെ, ഉദാഹരണത്തിന് 2 എന്ന് പറയുന്ന സംഖ്യനെ നമ്മൾ 10 കൊണ്ട് ഗുണിച്ചാൽ എന്താ വരാൻ പോകുന്നത്, 2 എന്ന് പറയുന്ന സംഖ്യ തന്നെ എഴുതിയിട്ട് അതിന്റെ കൂടെ ഒരു 0 ഇട്ട് കൊടുക്കും. അപ്പൊ 31 എന്ന് പറയുന്ന സംഖ്യനെ ഞാൻ 10 കൊണ്ട് ഗുണിച്ചാൽ എന്താ വരിക, 31നെ നമ്മൾ അതേപടി എഴുതണം, എന്നിട്ട് അതിന്റെ കൂടെ ഒരു 0 ഇട്ട് കൊടുക്കും. അപ്പൊ എപ്പോഴും ഒരു 0 ആഡ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മൾ 10 എന്ന് പറയുന്ന ഒരു സംഖ്യ കൊണ്ട് ഒരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാം. അപ്പൊ 1 എന്ന് പറയുന്ന നമ്പറിന്റെ പ്രത്യേകത എന്താ, നമ്മൾ ഏതൊരു സംഖ്യനെ നമ്മൾ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും, ഏതൊരു സംഖ്യനെ നമ്മൾ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ആ സംഖ്യ അതേപോലെ അവിടെ നിലനിൽക്കും. അതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഇതിന്റെ ഒരു കോമ്പിനേഷൻ 10 എന്ന് പറയുന്ന ഒരു സംഖ്യനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് 0 അല്ലെങ്കിൽ നമ്പറിന്റെ കൂടെ 0 വരും എന്നുള്ളതും, 1 എന്ന് പറയുന്ന അതേ സംഖ്യനെ ഒരു കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ സംഖ്യ തന്നെ ലഭിക്കും എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ശരിക്കും 11ന്റെ എളുപ്പത്തിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ടെക്നിക്ക് രൂപപ്പെടുത്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ അതൊന്നും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കേണ്ട കാര്യമില്ല. ഞാൻ വെറുതെ പറഞ്ഞു എന്നേ ഉള്ളൂ. നമ്മളൊരു കാര്യം പഠിക്കാൻ പോവുകയാണല്ലോ, അപ്പൊ അത് വന്ന വഴി എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്താ മെത്തേഡ് എന്ന് നമുക്ക് നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ ബൈ 11 2 ഡിജിറ്റ് നമ്പേഴ്സ്. അപ്പൊ രണ്ടക്ക സംഖ്യകളെ എങ്ങനെ 11 മൾട്ടിപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ആദ്യം ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ മക്കളെ 25 × 11 എന്ന് പറയുന്ന ഈ ഒരു എക്സാമ്പിൾ ഞാൻ എടുക്കുകയാണ്. അപ്പൊ 25 × 11 25നെ 11 കൊണ്ട് മൾട്ടിപ്ലൈ നമ്മൾ എങ്ങനെയാ ശരിക്കും മൾട്ടിപ്ലൈ ചെയ്യുക? എനിക്ക് കോൺസെപ്റ്റ് ഞാൻ ആദ്യം പറയാം. 25 × 10+1 എന്ന് എഴുതിക്കൂടെ എനിക്കിതിനെ? 25 × 10+1. അപ്പൊ ഞാൻ പറഞ്ഞുണ്ടോ, 25 × 10 എന്ന് പറഞ്ഞാൽ 250 വരും. 25 × 1 എന്ന് പറഞ്ഞാൽ 25 വരും. ഈ 250നെ ഈ 25നെയും കൂടി ആഡ് ചെയ്യുമ്പോൾ വരുന്ന 250 + 25 എന്ന് പറഞ്ഞ് എഴുതുമ്പം വരുന്ന 572, അതായത് 275 ആണ് 25 × 11 എന്ന് പറയുന്ന ഈ ഒരു ഗുണനത്തിന്റെ ഫലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗുണനഫലം അല്ലെങ്കിൽ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ 275 ആണ്. അപ്പൊ ഇതിനെ ഒന്ന് നമുക്ക് വെറുതെ ഒബ്സർവ് ചെയ്ത് നോക്കാം. അപ്പൊ ഇവിടെ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്റെ സംഖ്യ 25 ആയിരുന്നു. അപ്പൊ ഈ 25 എന്ന് പറയുന്ന സംഖ്യനെ എന്റെ ഉത്തരം, അതായത് എന്റെ പ്രോഡക്റ്റുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ആ 2 അതേപോലെ നിൽക്കുന്നുണ്ട്. ഏത് 2 ആണത്? 25ലുള്ള ആ 2 ആണെന്ന് മനസ്സിലാക്കി വെക്ക്. ഇവിടെ ആ 5 അതേപടി നിൽക്കുന്നുണ്ട്. ആ 5 എന്താണ്? അത് 25 എന്ന് പറയുന്നതിൽ 5 ആണ്. എന്ന് വെച്ചാ എടാ 25ന്റെ ആ 2ഉം ആ 5ഉം അതേപടി എവിടെയുണ്ട്? എന്റെ ഉത്തരത്തിലുണ്ട്. പക്ഷെ അത് 2 അറ്റത്താണ്, 2 കോർണറിലായിട്ടാണ് കിടക്കുന്നത്. അപ്പൊ അതാണ് ഞാൻ പറയാൻ പോകുന്ന ആദ്യത്തെ കാര്യം. ശ്രദ്ധിച്ച് കേൾക്കുക. ഏതെങ്കിലും ഒരു സംഖ്യയെ 11 കൊണ്ട് ഗുണിക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, the first thing what you have to do is fix the end digits. അതായത് എൻഡിലുള്ള ഡിജിറ്റ്. 25 എന്ന് പറയുമ്പോൾ ആകെ 2 അക്ക സംഖ്യകളാണ്. അതുകൊണ്ട് എൻഡിലുള്ള ഡിജിറ്റുകൾ ഏതൊക്കെയാണ്? 2ഉം 5ഉമാണ് എൻഡിലുള്ള ഡിജിറ്റുകൾ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യത്രേ ഉള്ളൂ, 2 അക്ക സംഖ്യയാണെങ്കിൽ 2 എന്ന് എഴുതുക, അതായത് ആദ്യത്തെ എൻഡിലുള്ള ഡിജിറ്റ്, ഒരു ഡാഷ് ഇടുക, എന്നിട്ട് അവസാനത്തെ ഡിജിറ്റ് ആയിട്ടുള്ള 5നെ എഴുതുക. മക്കളെ 2 അക്ക സംഖ്യയാണെങ്കിൽ എപ്പോഴും ആ എൻഡ് ഡിജിറ്റുകളെ എഴുതുക, അതിനുശേഷം നടുവിൽ ഒരു ഡാഷ് ഇടുക, ഒരു ഗ്യാപ്പ് ഇടുക. ഓക്കെ, സിമ്പിൾ ആസ് ദാറ്റ്. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? 25 × 11 25 × 11 എന്നാണ്. ചിലവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും, ഓൾറെഡി അവർക്ക് അറിയുന്നതുകൊണ്ടാണ്. എന്റെ പൊന്നുമക്കളെടാ, നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങൾ കണ്ട് സമയം കളയണ്ട, നിങ്ങൾക്ക് വേണ്ട വീഡിയോസ് നിങ്ങൾ പോയിട്ട് കാണ്. ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ,
അപ്പൊ 25x11 എന്ന് പറയുമ്പോൾ ഞാൻ എൻഡ് ഡിജിറ്റ്സ് ആയിട്ടുള്ള 2നെ 5നെ അതേപോലെ ഫിക്സ് ചെയ്തു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഈ 5ന്റെ കൂടെ എടാ ഈ 2നെ കൂട്ട്, 5ന്റെ കൂടെ 2നെ ആഡ് ചെയ്യുമ്പോൾ എന്താ വരിക? 7 ആണ് നമുക്ക് കിട്ടുക അല്ലെ. ആ കിട്ടുന്ന സമ്മിനെ എന്റെ ഈ ഡിജിറ്റിനെ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സം എന്താണോ ആ സമ്മ് വേണം നിങ്ങൾ നടുവിൽ എഴുതാൻ. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പൊ എന്താണ് 25x11 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എൻഡ് ഡിജിറ്റ്സിനെ ഫിക്സ് ചെയ്തു, 2 എന്ന് എഴുതി, 5 എന്ന് എഴുതി, പിന്നെന്താ ചെയ്തത്? ഈ 5നെയും 2നെയും കൂടി ആഡ് ചെയ്ത് കിട്ടുന്നത് നടുവിൽ എഴുതി. 275 is the right answer for 25x11. ക്ലിയർ ആയല്ലോ? ഓക്കെ അല്ലേ? നോ ഡൗട്ട്. അങ്ങനെയാണെങ്കിൽ 36x11 എങ്ങനെയാ ചെയ്യാ? നിങ്ങൾ പറ. 36x11 ഉത്തരം ഇത്ര സമയം കൊണ്ട് കിട്ടിയിട്ടുണ്ടാവണം. ഞാൻ 3 എന്നുള്ളതിന് അതേപടി എഴുതും, ഒരു ഡാഷ് ഇടും. എന്തിനാ ഡാഷ് ഇട്ടത്? 2 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ എപ്പോഴും അതിന്റെ പ്രോഡക്റ്റില് 3 ഡിജിറ്റ് കണക്കാക്കണം, മിനിമം എങ്കിലും. കേട്ടോ? അപ്പോ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും എന്ത് വരുവാടാ? മിനിമം അതിൽ 3 ഡിജിറ്റ് വരും. കേട്ടോ? ശരി. അപ്പൊ 3 ഇട്ടിട്ട് ഒരു ഡാഷ് ഇട്ടു. ആ ഡാഷ് ഇട്ടിട്ട് പിന്നെ ഞാനൊരു 6 എന്ന് എഴുതി. കേട്ടോ? എന്താ? എൻഡ് ഡിജിറ്റ്സിനെ ഞാൻ ഫിക്സ് ചെയ്തു. 3നെ 6നെ ഫിക്സ് ചെയ്തു. ഇനി നിങ്ങൾ പറ എന്താ ചെയ്യേണ്ടത്? ഈ 6ന്റെ കൂടെ ഈ 3നെ ഞാൻ ആഡ് ചെയ്യണം. അടുത്തടുത്ത സംഖ്യകളെ, ആ ഡിജിറ്റുകളെ ആഡ് ചെയ്തു. 6 3 9. ആ 9ന് നടുവിൽ എഴുതണം. 396 is the right answer for 36x11. അപ്പൊ ഞാൻ അങ്ങനെയാണെങ്കിൽ വേറൊരു നമ്പർ ഇവിടെ തരട്ടെ. നിങ്ങൾ പറ 32x11 എത്രയാടാ? 32x11 പറ. എന്താ എഴുതേണ്ടത്? 3 എന്ന് എഴുതുക. എന്നിട്ടോ വേണമെങ്കിൽ ഡയറക്റ്റ് ഇവിടെ കൂട്ടാം, കാരണം ശിഷ്ടം വരുന്നില്ല. കാണുമ്പോ തന്നെ അറിയാലോ 2ഉം 3ഉം 5 വരിക. 10ന്റെ മുകളിലേക്ക് പോകുമ്പോഴല്ലേ ക്യാരി വരുള്ളൂ. അപ്പൊ 2 + 3 5 ആയതുകൊണ്ട് ആ 5നെ ഞാൻ 5 എന്ന് എഴുതി. പിന്നെ എന്താ അതിന്റെ ലാസ്റ്റത്തെ ഡിജിറ്റ് 2 അല്ലെ? ആ 2നെയും കൂടി എഴുതിയ 352. ക്ലിയർ ആയല്ലോ? ഇനിയും വേണോ? ഇനി നമ്പർ എടുക്കണം. എന്നാ കൂട്ടിക്കോ. 42x11 ക്യാരി വരുന്നത് ഞാൻ വേറെ പറയാം. 42x11 പറ. 42x11 എന്താ ചെയ്യേണ്ടത്? 4 എന്ന് എഴുതണം, എന്റെ ആദ്യത്തെ ഡിജിറ്റ്. പിന്നെ വരേണ്ടത് ഒരു ഡാഷ് ആണ്. ആ ഡാഷ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ കൂട്ടുമ്പോ എന്താ വരുന്നത്? 2ഉം 4ഉം 6 എന്ന് എഴുതാം. അവസാനത്തെ ഡിജിറ്റ് ആയിട്ടുള്ള 2നെ അതേപോലെ എഴുതാം. 462. ക്ലിയർ ആയല്ലോ? അപ്പൊ അതാണ് 2 ഡിജിറ്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന കാര്യം. അതിന്റെ ക്യാരി വരുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല. അത് നമുക്ക് ഇതിലുണ്ടോ നോക്കാം. ഉണ്ട്. 72 നമുക്ക് നോക്കാം. 72 നമുക്ക് നോക്കാം. ഇത് എളുപ്പമുള്ളതാണ്. 3ാമത്തെ 4ാമത്തെ എക്സാമ്പിൾ. നിങ്ങൾ അതിന് ഉത്തരം പറ. 72x11. ഇതിലും ക്യാരി ഇല്ലാത്ത നമ്പർ എടുത്തിട്ടില്ല. എന്താ? 72x11 എന്ന് പറയുമ്പോൾ 7ന് അതേപടി എഴുതണം. പിന്നെന്താ ചെയ്യേണ്ടത്? പറയടാ. 2ന്റെ കൂടെ 7നെ കൂട്ടണം. പറഞ്ഞു പഠിക്ക്. 2ന്റെ കൂടെ 7നെ കൂട്ടുമ്പോൾ നടുവിൽ എന്ത് വരും? 9 വരും. ലാസ്റ്റത്തെ ഡിജിറ്റ് 2 അതേപോലെ എഴുതി. ക്ലിയർ അല്ലേ? തർക്കമില്ലല്ലോ? ശരി. എന്നാ അടുത്തത് പറ. 42x11 എന്ന് പറയുമ്പോ 4നെ എഴുതണം. പിന്നെ എന്താ ചെയ്യേണ്ടത്? 2ന്റെ കൂടെ 4നെ കൂട്ടണം. 2ന്റെ കൂടെ 4നെ കൂട്ടിയ 6 എന്ന് വരും. ലാസ്റ്റത്തെ ഡിജിറ്റ് അതേപോലെ എഴുതണം. 462. ശ്രദ്ധിക്കുന്നുണ്ടോ? നീലമഷി എഴുതിയ 42 കണ്ടോ? 4 ഇവിടെ ഉണ്ട്, 2 ഇവിടെ ഉണ്ട്. 72 കാണുന്നുണ്ടോ? 7 ഇവിടെ ഉണ്ട്, 2 ഇവിടെ ഉണ്ട്. അതാ ഞാൻ ഫസ്റ്റ് പറഞ്ഞത്. എന്ത്? ഫിക്സ് ദ എൻഡ് ഡിജിറ്റ്സ്. അപ്പൊ 2 ഡിജിറ്റ് നമ്പർ ആണെങ്കിൽ അതിന് 2 എൻഡ് ഡിജിറ്റുകൾ തന്നെയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇനി 3 ഡിജിറ്റിലോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. എന്നാൽ ഇതൊന്ന് ചെയ്ത് നോക്ക്. 77x11. എന്താ 77x11 ചെയ്യുമ്പോൾ എഴുതേണ്ടത്? ആദ്യത്തെ ഡിജിറ്റിനെ എഴുതി. 77x11 ആണ്. ആദ്യത്തെ ഡിജിറ്റിനെ എഴുതി, ഒരു ഡാഷ് ഇടാൻ പറഞ്ഞു. ആ ഡാഷ് ഇട്ടു. അവസാനത്തെ ഡിജിറ്റ് എഴുതി. കാരണം 2 ഡിജിറ്റ് നമ്പർ ആയതുകൊണ്ട് കാര്യം മനസ്സിലായല്ലോ? ഇനി എന്താ ചെയ്യേണ്ടത്? ഈ 7ന്റെ കൂടെ ഈ 7നെ കൂട്ടണം. 7ന്റെ കൂടെ 7 കൂട്ടുമ്പോൾ എന്താണ് വരിക? 7 + 7 14 പക്ഷെ ഞാനിവിടെ ഒരു ഡാഷ് ഇട്ടിട്ടുള്ളൂ. ആ ഡാഷിന്റെ അർത്ഥം എന്താ? അവിടെ ഒരു ഡിജിറ്റേ എഴുതാൻ പാടുള്ളൂ. 14 എന്ന് പറയുന്ന സംഖ്യ എന്താ? 14 എന്ന് പറയുന്ന സംഖ്യ അത് 2 ഡിജിറ്റാ. പക്ഷെ ആ 14 അപ്പൊ എനിക്കിവിടെ എഴുതാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? സാധാരണഗതിയിൽ ചെയ്യുന്നത് പോലെ എനിക്ക് അതിൽ ആദ്യത്തെ ഡിജിറ്റ് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. 4 എന്ന് ഞാൻ എഴുതണം. മിച്ചമുള്ള 1 എന്റെ ശിഷ്ടമാണ്. അപ്പൊ അതിനെ ക്യാരി കൊടുക്കണം. ക്യാരി എപ്പോഴും എങ്ങോട്ടേക്കാണ് കൊടുക്കുക? തൊട്ടിപ്പുറത്തുള്ളതിന്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കും അല്ലെ? ഇങ്ങനെ ഇട്ട് കൊടുക്കും. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ഇതിനെ ഇങ്ങ് കൂട്ടുക. 7ന്റെ കൂടെ കൂട്ടാൻ ഒന്നുമില്ല. അപ്പൊ ഞാൻ 7നെ 7 എന്ന് തന്നെ എഴുതും. മുകളിലുള്ള 4നെ താഴേക്ക് 4 എന്ന് പറഞ്ഞെടുത്ത് എഴുതും. പിന്നെന്താ ചെയ്യേണ്ടത്? ഈ 7ന്റെ കൂടെ ശിഷ്ടം കൂടി കൂട്ടണ്ടേ? കൂട്ടുമ്പോൾ എന്താ വരിക? 7 1 8. മനസ്സിലായോ? 847 വന്നത് മനസ്സിലായോ? ഇനി വേണമെങ്കിൽ വേറെ നമ്പർ എടുക്കാം. 66 × 11. നിങ്ങൾ പറ.
നിങ്ങൾ പറ 66 × 11 എന്ന് പറയുമ്പോൾ എന്താ വരിക? 6നെ അതേപോലെ എഴുതണം, ഡാഷ് ഇടണം, അവസാനത്തെ 6നെ അതേപോലെ എഴുതണം. എന്നിട്ട് ഈ 6ഉം കൂടി കൂട്ടണം. 6ഉം 12 ആണ്. 12ലെ 2 മാത്രമേ ഞാൻ എഴുതാൻ പാടുള്ളൂ. 1 എങ്ങോട്ട് പോവും? 1 മുകളിലേക്ക് ക്യാരി പോവും. അപ്പൊ എത്രയാണ് വരാൻ പോകുന്നത്? 726 എന്ന് വരും. മനസ്സിലായോ? തിരിഞ്ഞാ? ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ 96 × 11 എന്താ വരിക? പറ. 96 × 11 96 × 11 എന്ന് പറയുമ്പോ എന്താ വരിക? 96 × 11 9 അതേപോലെ എഴുതണം, ഒരു ഡാഷ് ഇടണം, എന്നിട്ട് 6 എഴുതണം. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? പറ. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? 6ന്റെ കൂടെ 9നെ കൂട്ടണം അല്ലെ? 6ന്റെ കൂടെ 9നെ കൂട്ടുമ്പോ 6 9 എത്രയാ? 15 ആണ്. പക്ഷെ ഞാൻ എന്താ എഴുതാൻ പാടുള്ളൂ? 5 എന്ന് മാത്രമേ എഴുതാൻ പാടുള്ളൂ. 1 ശിഷ്ടം ക്യാരി പോണം. കൂട്ടിക്കോ. എത്രയാ വരാൻ പോകുന്നത്? 6 5 9 1 10 1056. മനസ്സിലായല്ലോ? എളുപ്പമാണ്, ഒരു പ്രശ്നം ഉണ്ടാവില്ല. 3 ഡിജിറ്റ് നമ്പറിലോട്ട് പോകുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഒരു ഉദാഹരണം കൂടി എഴുതിക്കോ. 78 × 11. പെട്ടെന്ന് പറ. 78 × 11 എന്താ വരാൻ പോകുന്നത്? 7 എഴുതണം, ഒരു ഗ്യാപ്പ് ഇടണം, 8 എഴുതണം, പിന്നെയോ 8ഉം 7ഉം 15ന്റെ 5 എഴുതണം. അപ്പൊ ക്യാരി 1 പോവും. മനസ്സിലാവുന്നുണ്ടോ? എൻഡ് ഡിജിറ്റുകളെ ഫിക്സ് ചെയ്യാൻ പറഞ്ഞു. 7നെയും 8നെയും ഫിക്സ് ചെയ്തു. 7നെയും 8നെയും ഫിക്സ് ചെയ്തു. 8ന്റെ കൂടെ 7നെ കൂട്ടുമ്പോ 15 എന്നാ വരിക. 15ൽ 5 എഴുതി, 1 ക്യാരി കൂട്ടുമ്പോ എത്ര വരിക? 8ന് അതേപോലെ എഴുതണം, 5നെയും അതേപോലെ എഴുതണം. 7ന്റെ കൂടെ 1നെ കൂട്ടിയാൽ 8 858 ആണ് 78 × 11ന്റെ ശരി ഉത്തരം. ക്ലിയർ ആയോ? ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുവോ? ഇങ്ങനെയൊന്നും പരീക്ഷയ്ക്ക് ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ വരില്ല. പരീക്ഷയ്ക്ക് ഇതേപോലെ 11 മൾട്ടിപ്ലൈ ചെയ്യാനൊന്നും ആരും ചോദിക്കൂല. പക്ഷെ 11ന്റെ ഒരു മൾട്ടിപ്പിൾ ആവശ്യം വരുന്ന സമയത്ത് ഈ മെത്തേഡ് ഓർത്തെടുക്കാനും പറ്റൂല, പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോ, ഒരു 3 ഡിജിറ്റ് നമ്പറിനെ കൊണ്ട് ഞാൻ 11 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പൊ എങ്ങനെയാ ചെയ്യേണ്ടത് നോക്കാം. കോൺസെപ്റ്റ് സെയിം ആണ്. ഫിക്സ് ദ എൻഡ് ഡിജിറ്റ്സ്. പിന്നെ എന്തെന്ന് ആകെ ഓർത്ത് വെക്കേണ്ടത്? എത്ര ഡാഷ് ആണ് നടുവിലിടേണ്ടത് എന്ന്. അപ്പൊ എത്രയാണോ എന്റെ ഡിജിറ്റ്സിന്റെ സംഖ്യ, അതിനെക്കാട്ടും ഒരു ഡിജിറ്റ് അധികം നമ്മൾ മിനിമം കാണണം എന്റെ പ്രോഡക്റ്റ് വാല്യൂല്. മനസ്സിലായോ? ഇപ്പൊ നേരത്തെ കേസിൽ നോക്കടാ, എന്താ ചെയ്തത്? നമ്മള് 2 ഡിജിറ്റ് നമ്പർ വന്നപ്പോ നമ്മൾ എത്രയാണ് കണക്ക് കൂട്ടിയത്? ഉത്തരത്തിലോട്ട് 3 അക്ക ഡിജിറ്റ് ആയിരിക്കുന്നല്ലേ മിനിമം കണക്ക് കൂട്ടിയത്. അതുകൊണ്ടല്ലേ നടുവില് ഒരു ഡാഷ് മാത്രം ഇട്ടത്. അപ്പൊ നിങ്ങൾ പറ, ഇവിടെ ഞാൻ എത്ര ഡാഷ് ഇടണം? 4 അക്ക സംഖ്യയായിട്ട് എന്റെ ഉത്തരത്തിന് ഞാൻ കണക്കാക്കിയാൽ നീ പറയടാ എത്ര ഡാഷ് ഇടണം? നിങ്ങൾ പറ, എത്ര ഡാഷ് ഇടണം? 2 ഡാഷ് ഇടണം. അപ്പൊ എൻഡ് ഡിജിറ്റ്സിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടി പറയുമ്പോ 325 × 11 എന്ന് പറയുമ്പോ 3നെ അതേപോലെ എഴുതണം. എന്നിട്ടോ ഒരു ഡാഷ് ഇടണം, വീണ്ടും ഒരു ഡാഷ് ഇടണം. കാരണം ഞാൻ എന്തിനെ ഫിക്സ് ചെയ്യുന്നുള്ളൂ? എൻഡിലുള്ള ഡിജിറ്റുകളെ മാത്രമേ ഫിക്സ് ചെയ്യുന്നുള്ളൂ. അതായത് 3നെയും 5നെയും മാത്രമേ നമ്മൾ ഫിക്സ് ചെയ്യുള്ളൂ. നടുവിലുള്ളത് എന്തായിരിക്കും? ഡാഷ് ആയിരിക്കും. അപ്പൊ 3 ഡാഷ് ലാസ്റ്റത്തെ നമ്പർ ആയിട്ടുള്ള 5നെ ഞാൻ അതേപോലെ എഴുതി, എൻഡിൽ ഫിക്സ് ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നിങ്ങൾ കൂട്ടണം. എങ്ങനെ? ഇവിടെ നിന്ന് വേണം കൂട്ടാൻ, ഇങ്ങനെ തന്നെ വേണം കൂട്ടാൻ, എങ്കിലേ കറക്റ്റ് ശിഷ്ടം വരുള്ളൂ. ചില ആൾക്കാർ പറയും നിർബന്ധമൊന്നുമില്ലല്ലോ, തിരിച്ചിപ്പുറത്തൊന്നും കൂട്ടിക്കോട്ടെ. അപ്പുറത്തുനിന്ന് കൂട്ടുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് അത് വരുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ആ ബുദ്ധിമുട്ടിലോട്ടൊന്നും പോണ്ട. ഇപ്പുറത്തുനിന്ന് കൂട്ടാൻ പറഞ്ഞാൽ ഇപ്പുറത്തുനിന്ന് കൂട്ടിയാൽ മതി. കേട്ടോ? ശരി. അപ്പോ ചിലവർക്ക് അത് എളുപ്പമായിരിക്കും. ശിഷ്ടമൊക്കെ മനസ്സ് കൂട്ടാൻ പറ്റുന്ന 36 48 കൂട്ടി കഴിഞ്ഞാൽ 84 പറയാൻ പറ്റുന്നതിന് ഒരു പ്രശ്നമില്ല. 46 44 പറഞ്ഞാൽ 90 പറയാൻ പറ്റുന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. 18 15 33 എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അവന് എളുപ്പമായിരിക്കും. പക്ഷെ ആ കാറ്റഗറിയിൽ വരാത്ത ഒരാളാണ് നിങ്ങളെങ്കിൽ 36 48 കൂട്ടി കഴിഞ്ഞാൽ 84 കിട്ടുന്നില്ലെങ്കിൽ, 15 16 31 കിട്ടുന്നില്ലെങ്കിൽ, 36 48 84 പറഞ്ഞ പോലെ തന്നെ 45 49 കൂട്ടുമ്പോൾ 104 അല്ലെങ്കിൽ 94 നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ, ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇങ്ങനെ തന്നെ നിങ്ങൾ കൂട്ടണം. ഓക്കെ? ശരി. അപ്പോ 5ഉം 2ഉം കൂട്ടി എത്രയാ വരിക? 5ഉം 2ഉം കൂട്ടിയാൽ എത്രയാ വരിക? 7 എന്നാ വരിക. അപ്പൊ ആ 7നെ ഞാൻ എവിടെ എഴുതി? എന്റെ 5നോട് കണ്ട ഏത് ഡയറക്ഷൻ ആണോ ഞാൻ കൂട്ടി വരുന്നത് അതിന്റെ തൊട്ടടുത്ത് എഴുതി. ഇനി എന്താ ചെയ്യേണ്ടത്? അതേ ഡയറക്ഷനിൽ തന്നെ ഇപ്പുറത്തേക്കും കൂട്ടുക. എത്രയാ? 2നെയും 3നെയും കൂട്ടുക. എത്രയാ വരുന്നത്? 5. ഡാഷ് ഫില്ലായത് കണ്ടോ? ഇത്രയേ ഉള്ളൂ. ഒന്നും കൂടി ഞാൻ പറയാം. എന്താ ചെയ്തത്? എൻഡ് ഡിജിറ്റ്സ് ഫിക്സ് ചെയ്തു. 3നെയും 5നെയും അതേപോലെ ഫിക്സ് ചെയ്തിട്ട് 2 ഡാഷ് ഇട്ടു. എന്നിട്ടോ
5ന്റെ കൂടെ ഞാൻ 2നെ കൂട്ടിയടാ, അപ്പൊ എന്ത് വന്നു? 7 വന്നു. ആ കിട്ടിയ വാല്യൂ ഞാൻ ഇവിടെ എഴുതി. എന്റെ 5നോട് എവിടെന്നാ തുടങ്ങിയത്? ഇവിടെന്നാ തുടങ്ങിയത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ നിന്ന് തുടങ്ങിയത് കൊണ്ട് ഇവിടെ ഇതിനോട് ചേർന്ന് കിടക്കുന്ന ഡാഷിൽ എഴുതി. പിന്നെയോ 2ന്റെ കൂടെ ഞാൻ 3നെ കൂട്ടി, എത്രയാ വന്നത്? 2ന്റെ കൂടെ 3നെ കൂട്ടിയപ്പോ 5 എന്ന് വന്നു. അതിനെ അതേപോലെ അവിടെ എഴുതി. ക്ലിയർ ആയല്ലോ? ശരി. 3, 5, 7, 5 ആണ് ഇപ്പൊ ഇതിന്റെ ശരി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറ 543 × 11. നിങ്ങൾ പറ എന്താ ചെയ്യേണ്ടത്? 5നെ അതേപോലെ എഴുതണം, ഒരു ഡാഷ് ഇടണം, വീണ്ടും ഒരു ഡാഷ് ഇടണം, എന്നിട്ട് നിങ്ങൾ 3നെ എഴുതണം. പിന്നെന്താ ചെയ്യേണ്ടത്? 3ന്റെ കൂടെ 4നെ കൂട്ടണം. 4നെ കൂട്ടുമ്പോൾ എന്താ വരിക? 4നെ കൂട്ടുമ്പോൾ 7 എന്ന് വരും. ആ 7നെ അതേപടി അവിടെ എഴുതി. അടുത്തതോ 4ന്റെ കൂടെ 5നെ കൂട്ടണം. 4ന്റെ കൂടെ 5നെ കൂട്ടുമ്പോൾ എന്താ വരിക? 4 5 എത്രയാണോ? 9. ആ 9 അതേപോലെ ഇവിടെ എഴുതി. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ കേട്ടോ. 5 9 7 3 ആയിരിക്കും ആ ഒരു പ്രോഡക്റ്റിന്റെ ശരി ഉത്തരം. ക്ലിയർ ആയോ? എന്നാ ഞാൻ വേറൊരു വാല്യൂ തരാം. നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ നോക്ക്. ഇത് പറ നിങ്ങൾ 479 × 11 ചെയ്ത് നോക്ക്. വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്ക്. ഓക്കെ, ചെയ്തല്ലോ? ഞാൻ പറഞ്ഞു പോകും, കാരണം നിങ്ങളുടെ വീഡിയോ പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പൊ 479 × 11 479 × 11 എന്താടാ ചെയ്യേണ്ടത്? ആദ്യം 4നെ നമ്മൾ അതേപോലെ എഴുതണം, എന്നിട്ട് നമ്മൾ 2 ഡാഷ് ഇടണം. എന്നിട്ട് നമ്മൾ ചെയ്യണം? നമ്മൾ ലാസ്റ്റത്തെ ഡിജിറ്റിനെ എഴുതി 4നെ 9നെ ഫിക്സ് ചെയ്തത് കണ്ടോ? ശരി. ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി ഈ സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്പറിന്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന്, നിങ്ങളുടെ റൈറ്റ് സൈഡ് നമ്പറിന്റെ ലെഫ്റ്റ് സൈഡ് കേട്ടോ. ശരി. 9 7 എത്രയാ വരിക? 16. ആ 16ന് അപ്പോൾ ഇങ്ങോട്ട് ചാടി ഇങ്ങോട്ട് എഴുതാൻ പാടുവോ? പാടില്ല. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പം നമ്മൾ ഗ്യാപ്പ് ഫില്ല് ചെയ്യുകയാണെങ്കിലും നമ്മൾ എന്താ ചെയ്യേണ്ടത്? 2 നമ്പർ വരുന്നുണ്ടെങ്കിൽ, 2 ഡിജിറ്റ് നമ്പർ ആണ് എനിക്ക് വരുന്നതെങ്കിൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ഡിജിറ്റിനെ മാത്രമേ എടുക്കാൻ പാടുള്ളൂ, മറ്റേത് ക്യാരി ആയിട്ട് വേണം കണക്കൂട്ടാൻ. അപ്പൊ 6 7 + 9 അല്ലെങ്കിൽ 9 + 7 എന്ത് വരും? 16 ആണ് വരിക. 16ന്റെ 6 എഴുതിയിട്ട് ശിഷ്ടം 1. അത് ഒന്നിക്കൽ മനസ്സിൽ വെക്കാം, അല്ലെങ്കിൽ ഇതേപോലെ വെക്കാം. അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഈ 7ന്റെ കൂടെ 4നെ കൂട്ടണം. 7 4 എത്രയാ വരിക? 7 4 എത്രയാ വരിക? 7 4 11. 7 4 11 തീർന്നില്ല. ആ 11ന്റെ കൂടെ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള 1 ഇല്ലേ, ക്യാരി ശിഷ്ടം, ആ 11ന്റെ കൂടെ 1 കൂടി കൂട്ടി കഴിഞ്ഞാൽ എത്രയാ കിട്ടുക? 12. പക്ഷെ 12 എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ആകെ എന്തേ ഉള്ളൂ? ഒരു ഡാഷേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആ 12ലെ 2നെ വേണം നമ്മളിവിടെ എഴുതാൻ. 1 എവിടെ പോവും? 1 ഇങ്ങോട്ടേക്ക് ക്യാരി പോവും. 12 എങ്ങനെ എഴുതിയാൽ മനസ്സിലായോ? എന്നിട്ട് താഴേക്ക് എടുത്ത് അതിനെ ഇറക്കി എഴുത്. 9 6 2 4ന്റെ കൂടെ 1നെ കൂട്ടണ്ടേ? എപ്പോഴും സിസ്റ്റം വന്നിട്ട് നമ്മൾ കൂട്ടുകയാണ് ചെയ്യുക. 4 1 5. മനസ്സിലായോ? 52 69 ആണ്. അപ്പം 479 × 11 എന്ന് പറയുന്ന പ്രോഡക്റ്റ്, അതിന്റെ വാല്യൂ കേട്ടോ. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ 864 × 11 നിങ്ങൾ ചെയ്യ്, പോസ് ചെയ്തിട്ട് ചെയ്യ്, ഉത്തരം കിട്ടുമോ നമുക്ക് നോക്കാലോ. 864 × 11 നിങ്ങൾ ചെയ്ത് നോക്ക്. ഞാൻ ചെയ്യുന്നുണ്ട് നിങ്ങളെ കൂടെ. 8-4 പോസ് ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. മനസ്സിലാകാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ 4 6 എത്രയാ വരിക? 4 6 10 ആണ്. 10ലെ 0 മാത്രമേ എഴുതാൻ പാടുള്ളൂ. 1 എന്താണ്? 1 ക്യാരിയാണ്. അടുത്തതോ 6 8. 6 8 എത്രയാ? 6 8 14. 14ന്റെ കൂടെ ക്യാരി ആയിട്ടുള്ള 1നെയും കൂടി ആഡ് ചെയ്യണം. 14 1 15 ആണ് വരിക. പക്ഷെ വീണ്ടും 1 എവിടെ പോവും? 1 ഈ 8ന്റെ മുകളിലേക്ക് ക്യാരി പോവും. അപ്പൊ എന്താണ് വരിക? അപ്പൊ വരിക താഴേക്ക് ഇറക്കി എഴുത് 4 0 5 9 9 5 0 4 എന്നാണ്. അപ്പൊ ഈ ഒരു ശരി ഉത്തരം, ഇതിന്റെ ഈ ഒരു ചോദ്യത്തിന്റെ 864 × 11 എന്ന് പറയുന്നതിന്റെ ശരി ഉത്തരം അതാണ്. ക്ലിയർ ആയോ? അങ്ങനെയാണെങ്കിൽ ഇതാ 3നെക്കാട്ടും വലിയ ഡിജിറ്റുകൾ വരുമ്പോൾ എങ്ങനെയാ ചെയ്യേണ്ടത് എന്നുള്ളതാണ് അടുത്ത ഒരു ഇതിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ഇവിടെ എത്ര ഡിജിറ്റുകളാണ് ഉള്ളത്? ഇവിടെ ഉള്ളത് 4 ഡിജിറ്റാ. അപ്പൊ നിങ്ങൾ പറ, മിനിമം നമ്മൾ എത്ര ഡിജിറ്റിന് കണക്ക് കൂട്ടണം? ഗ്യാപ്പ് ഇടുമ്പോൾ 5 ഡിജിറ്റ് ആയിരിക്കണം. ആ 5 ഡിജിറ്റിൽ എൻഡ് ഡിജിറ്റ്സിനെ ഫിക്സ് ചെയ്യുമ്പോൾ 8നെ ഞാൻ ഫിക്സ് ചെയ്തു. പിന്നെന്താണ്? 7നെയും ഞാൻ ഫിക്സ് ചെയ്തു. 8 7 കാണുന്നില്ല എൻഡ് ഡിജിറ്റ്സ്. അപ്പൊ നടുവിൽ എത്ര ഗ്യാപ്പ് ഇടണം? ഞാൻ നടുവിൽ എത്ര ബ്ലാങ്ക് ഇടണം? ഡാഷ് ഇടണം? 3 എണ്ണം. കാരണം ഇതൊരു 4 അക്ക സംഖ്യ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലടാ എത്ര ആയിരിക്കണം നമ്മൾ മിനിമം കണക്ക് കൂട്ടേണ്ടത്? നമ്മുടെ നമ്പർ ഓഫ് ഡിജിറ്റ്സ് 5. 4നെക്കാട്ടും 1 അധികം കേട്ടോ. അപ്പൊ ഇവിടെ ഒരു ഡാഷ് ഇട്ടു, വീണ്ടും ഒരു ഡാഷ് ഇട്ടു, വീണ്ടും ഒരു ഡാഷ് ഇട്ടു. ഇനി ആ ഡാഷ് നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. എങ്ങനെയാ ഫില്ല് ചെയ്യുക? 8 6 4 7 × 11 എന്ന് പറയുമ്പോൾ നിങ്ങൾ കൂട്ട്. എൻഡ് ഡിജിറ്റ്സ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൂട്ടി. 7 4 എത്രയാ? 11ന്റെ 1 ഞാൻ എഴുതി. ബാക്കി 1 ആ 1 ക്യാരി പോകും. ഇനിയോ
4ഉം 6ഉം എത്രയുടെ വരിക? 4ഉം 6ഉം 10. 10ന്റെ കൂടെ ഈ 1നെ കൂട്ടുമ്പോൾ എത്രയാ വരിക? വീണ്ടും 11ന്റെ 1 ഞാൻ എഴുതി, വീണ്ടും ഒരു 1 ക്യാരി പോകും. അടുത്തതോ 6ഉം 8ഉം. 6ഉം 8ഉം എത്രയാ? 14. ആ 14ന്റെ കൂടെ ഈ 1നെ കൊടുക്കുമ്പോൾ എത്രയാ വരിക? 15. 15ന്റെ 5 ഞാൻ എഴുതിയാൽ ആ 15ന്റെ 1 എങ്ങോട്ടേക്ക് പോവും? ക്യാരി ആയിട്ട് പോവും. കാണാം കേട്ടോ. അപ്പൊ ഈ 8ഉം ഈ 7ഉം അതിനെ നമ്മൾ ഫിക്സ് ചെയ്തതാണ് ആദ്യം തന്നെ. ഇനി എങ്ങോട്ടേക്കും കൂട്ടാനില്ല. 6ഉം 8ഉം കൂട്ടിക്കഴിഞ്ഞാൽ, ഈ ലാസ്റ്റത്തെ ഈ 6നെയും 8നെയും കൂട്ടിക്കഴിഞ്ഞാൽ ഇനി എന്റെ അപ്പുറത്തേക്ക് ഒന്നും എന്തില്ല? കൂട്ടാനായിട്ടില്ല കേട്ടോ, ആഡ് ചെയ്യാനായിട്ടില്ല. ശരി, അപ്പൊ പറ, താഴേക്ക് ഇറക്കി എഴുത്. 7 1 1 5 8 1 9. മനസ്സിലായോ? 9 5 1 1 7 ആണ് ഈ ഒരു 8647 into 11 എന്ന് പറയുന്നതിന്റെ പ്രോഡക്റ്റ് വാല്യൂ അല്ലെങ്കിൽ ഗുണനഫലം. മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടി ലെങ്തി ആയിട്ടുള്ള ഒരു ഡിജിറ്റ് ആണ്, കുറച്ച് ഡിജിറ്റ്സ് കൂടിയിട്ടുള്ള ഒരു നമ്പർ ആണ് അടുത്തത് ഞാൻ തരുന്നത്. 9 6 7 4 3 4 into 11. നിങ്ങൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? എൻഡ് ഡിജിറ്റ്സിനെ ഫിക്സ് ചെയ്യണം. അതിനു മുമ്പ് എത്ര ഡിജിറ്റ് മിനിമം ഉണ്ടെന്ന് നമ്മൾ കണക്ക് കൂട്ടണം. എത്ര ഡിജിറ്റ് ഇവിടെ ഉള്ളത്? 1 2 3 4 5 6. 6 ഡിജിറ്റ് ആണ് എന്റെ ചോദ്യത്തിലുള്ളതെങ്കിൽ നിങ്ങൾ പറ, എന്റെ ചോദ്യത്തിൽ 6 ഡിജിറ്റ് ആണെങ്കിൽ ഞാൻ എത്ര ഡിജിറ്റ് കണക്ക് കൂട്ടണം മിനിമം? എന്റെ മനസ്സിൽ 6നേക്കാൾ ഒന്നധികം 7 കണക്ക് കൂട്ടണം. അപ്പൊ ഞാൻ എന്തെഴുതും? 9 എന്ന് എഴുതും. 1 2 3 4 5 6. 7ാമത്തെ ഡിജിറ്റ് എന്താണ്? 4 ആണ്. എന്റെ എൻഡ് ഡിജിറ്റ് ആണ് അല്ലെ? ഫിക്സ് ദ എൻഡ് ഡിജിറ്റ് എന്നല്ലടാ നമ്മളെ കോൺസെപ്റ്റ്. ഫിക്സ് ദ എൻഡ് ഡിജിറ്റ്. അപ്പൊ എന്താ എഴുതണം? ഈ ഇവിടുത്തെ ശിഷ്ടങ്ങളൊക്കെ ഞാൻ മായ്ക്കുകയാണ്, നേരത്തെ എന്റെ അത്. അപ്പൊ നിങ്ങൾ പറ, 9 6 7 4 3 4 into 11 എന്ന് പറയുന്നതിന്റെ പ്രോഡക്റ്റ് ആണ് നമ്മൾ അപ്പൊ കണ്ടുപിടിക്കുന്നത്. അപ്പൊ നിങ്ങൾ പറ, എന്താ ചെയ്യേണ്ടത്? ആദ്യം 4ന്റെ കൂടെ ഈ 3നെ കൂട്ടണം. അപ്പൊ 7 വരും. ആ 7നെ ഈ ഒരു ഗ്യാപ്പിൽ ഞാൻ എഴുതും. അടുത്തത് ഈ 3ന്റെ കൂടെ ഈ 4നെ കൂട്ടണം. വീണ്ടും 7 വരും. ആ 7നെ ഈ ഗ്യാപ്പിൽ ഞാൻ എഴുതണം. 4ന്റെ കൂടെ 7നെ കൂട്ടുമ്പോൾ എന്താ വരിക? 11 ആണ് വരിക. 11ന്റെ 1 മാത്രമേ ഞാൻ എഴുതാൻ പാടുള്ളൂ, മറ്റേ 1 ക്യാരിയാണ്. അടുത്തത് 7ഉം 6ഉം എത്രയാ വരിക? 7ഉം 6ഉം 13 ആണ്. ആ 13ന്റെ കൂടെ ഈ 1നെയും കൂടി കൂട്ടിയ 13 1ഉം 14ന്റെ 4 ഞാൻ എഴുതാൻ പാടുള്ളൂ, വീണ്ടും 1 ശിഷ്ടം പോവും. അടുത്തത് 6ഉം 9ഉം 15 ആണ്. 15ന്റെ കൂടെ ഞാൻ ഈ 1നെ കൂട്ടിയ 15 1ഉം 16ന്റെ 6നെ ഞാൻ ഇവിടെ എഴുതണം, 1 ഇവിടെ ക്യാരി പോവും. എല്ലാം കൂടി താഴേക്ക് ഇറക്കി എഴുതുമ്പോ 4 7 7 1 4 6 10. കാമധേനു ലോട്ടറി റിസൾട്ട്സ് വായിച്ചതുപോലെ ഉണ്ട് അല്ലെ? ശരി, അപ്പൊ എല്ലാം ശരിയായിട്ടുണ്ട്. 10 64 17 74 ആണെന്ത് ഈ ഒരു നമ്പറിന്റെ പ്രോഡക്റ്റിന്റെ വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടുക. നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം ശരി തന്നെയല്ലേ? നോക്കണം കേട്ടോ. ശരി, അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങളെ മുമ്പിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തോ, എന്നിട്ട് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് ആണിത്. ഇത് വെച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കണം കേട്ടോ. ഉത്തരം ശരിയായിട്ട് കിട്ടുന്നുണ്ടെന്ന് അറിയാം. ഇതിന്റെ ആൻസറുകൾ 10 ചോദ്യം ഞാൻ തരുന്നുണ്ട്, പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ അതിനെ കണക്കാക്കണം. നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം ശരിയാണോ തെറ്റാണോ നമ്മൾ നോക്കണം. വെരിഫൈ ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്. കമന്റ് ബോക്സിൽ നിങ്ങൾ ഇതിന്റെ ഒക്കെ ഉത്തരം എന്ത് ചെയ്യുക? 1 2 3 4 5 6 7 8 9 10 എന്ന് പറയുന്നത് കമന്റ് ചെയ്യാം. ഓക്കെ, കമന്റ് ചെയ്യാം, ചെയ്യാതിരിക്കാം. കമന്റ് ചെയ്താൽ വളരെ നല്ല കാര്യമാണ്. കാരണം എന്താ? നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം ശരിയാണോ എന്ന് നിങ്ങൾക്ക് വെരിഫൈ ചെയ്യുകയും ചെയ്യാം, മറ്റൊരാളുടെ ഉത്തരമായിട്ട് നിങ്ങൾക്ക് താരതമ്യം ചെയ്യാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ ഒറ്റയ്ക്ക് ഇത് സ്വന്തമായിട്ട് കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ കാൽക്കുലേറ്റർ ഇട്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. ബെറ്റർ എന്തായിരിക്കും? കുറച്ചും കൂടി ഇന്ററാക്റ്റീവ് ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്തു എന്ന് നിങ്ങൾക്ക് തോന്നണമെങ്കിൽ നിങ്ങൾക്ക് അത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മൾ ഒരുപാട് ഇങ്ങനത്തെ കുറെ കണ്ടന്റുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എന്ത് കൊടുക്കണം? ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് അടിപൊളി കണ്ടന്റുകൾ നമ്മളെ സൈലത്തിന്റെ ആപ്പിലും ഉണ്ടാവും, അതേപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിലും നമ്മൾ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും, ക്ലാസ്സുകൾ എടുക്കുന്നതായിരിക്കും. അപ്പൊ പുതിയ ബാച്ചുകളെ പറ്റിയൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ മാത്രമേ അറിയാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, സോ ഐ ഹോപ്പ് ദ സെഷൻ വാസ് യൂസ്ഫുൾ. പ്രാക്ടീസ് thoroughly ആൻഡ് ഇന്റൻസീവ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. നമുക്ക് പരീക്ഷ ഹാളിൽ ഒരിക്കലും നമ്മളുടെ ഹോംവർക്ക് കുറവായി പോയതിന്റെ പേരിൽ എന്താണ് സമയക്കുറവോ അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ പരീക്ഷ നഷ്ടപ്പെടാനോ പാടില്ല. ഓക്കെ, താങ്ക് യു.